ആ ഡേ 3 ശുഭദിനം. ആ ഇതൊരു ഓർഡർ ചെയ്യണ കോൺട്രാക്ട് എടുക്കായിരുന്നല്ലേ? മറന്നില്ല. കട വന്നിട്ടില്ല, തുറക്കല്ലേ? നമുക്കിന്ന് ലൈറ്റർ വരുത്താം. ലൈറ്റർ എവിടെ വെക്കും? അത് നമുക്ക് ഷെൽഫും വരുത്താം. ഇവിടെ ഒരു ലൈറ്ററിനൊക്കെ എന്ത് വില? എന്ത് വരിക? നല്ല വില ഉണ്ട്. 250 കോൺട്രാക്ട് കൊടുത്ത്. മിനി ലൈറ്റർ 8, മിനി ലൈറ്റർ 9. ആഹാ, കുറച്ചുണ്ട് കേട്ടാ. കാശുകാരൻ തന്നെയാണ്. ഹം ഹം ബനം, നമ്മളാണ് ബനം. ബനം ബനം 1 GB ബനം. അങ്ങോട്ടേ ഉള്ളൂ. ആ രണെങ്കിൽ കയറാം. കടലിക്ക് പണിക്കാരന് ആവശ്യമുണ്ട്. കാഷ്യർ കൊറിയർ പോയി. അതിനല്ലേ വന്ന് സാധനം വന്നിട്ടുണ്ട്. പുറത്ത് പോയി നോക്കി. എടാ ഓനെ ഇപ്പൊ അവിടെ കൊണ്ടൊക്കെ 2 ഒരെണ്ണല്ലേ വാങ്ങി. ഇതിപ്പോ എവിടെ കൊണ്ട്? ഇത് നിന്റെതാണ് എന്റെ കയ്യിരിക്കുന്നത്. ഞാൻ വെച്ച് ആ പെട്ടി നിർത്ത് മാറ്റി. പോലീസ് അടിക്കാൻ പറ്റില്ല. ഓഹോ, ടൊബാക്കോ ബിസിനസ്. പരമോ അതെ, നമ്മൾ 2 ആൾക്കാർ ഒരു സാധനം എടുത്ത്. നിനക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കിയത് തൊട്ടവിടെ മൊഞ്ചി പറ്റുന്നുണ്ടോ അവിടെ? ഇല്ല. എന്താ പ്രശ്നം ഉണ്ടല്ലോ? ആ വെയിറ്റ് വെയിറ്റ് ഞാൻ വെക്കാം. എന്നിട്ട് നീ വെച്ചാൽ ആ വെച്ചോ. ഞാൻ ഇതിൻ്റെ അടുപ്പിച്ച് വെക്ക്. കഴിവേറി വെച്ചോണ്ട് പോടാ. ഇതിൽ വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെ, നീ എല്ലാത്തിലും ഒരു ലീറ്ററിന് വെക്കല്ലേ? എന്നിടത്തും പാക്കിലോട്ട് വെച്ച് രണ്ടെണ്ണത്തി വെച്ചോ. ഓക്കെ, ഒരു പെട്ടി കൊണ്ട് അവിടെ വെച്ചിട്ട് ഈ പെട്ടികളൊക്കെ നമുക്ക് മറ്റേ ഇതിന്റെ കൊടുക്കാം. വെയർ ഹൗസിലോട്ട് റാക്ക് വാങ്ങിയല്ലേ? നോക്കട്ടെ. വെയർ ഹൗസിലോട്ട് 545. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ആ വിശ്വാസത്തിൽ ഞാൻ വെയർ ഹൗസിലോട്ടൊരു 600 റാക്ക് വാങ്ങാന്ന് വെച്ചാൽ കാശില്ല. ഓക്കെ, കട വന്നിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാം. അതിന് സൺഡേ തൊട്ട് വരാം. അത്രേ ഉള്ളൂ. ഓക്കെ, അവിടെ ഗോൾ അടിക്കാനൊന്നും ആരില്ല കേട്ടാ. ഗോളൊക്കെ അടിച്ചിട്ട് 2 ആഴ്ച ആയാലും ഒരു ഗോളൊക്കെ അടിച്ചിട്ട്. എന്താ നോക്കണേ? റാക്ക് വെക്കാം. റാക്ക് വാങ്ങിക്കാം. അപ്പൊ സീനില്ല. ഞാനേ നമുക്ക് അടുത്ത 2 കൂടി കൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേണ്ട. നമുക്ക് പുതിയ കോൺട്രാക്ട് 4 എടുക്കാം. ഓരോ ദിവസം ഓരോ കോൺട്രാക്ട്. നമ്മളത് ഫുൾ കോൺട്രാക്ട് എടുക്കും. ഈ തേജറോടാണോ പുതിയതിന് ക്യാഷ് സെറ്റ് ആക്കാം. സെറ്റ് എത്ര ഉള്ളു വരുന്നുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ വരുന്നുണ്ട്. ഒരു പബ്ജി ആവും. പച്ച സാധനം എന്താന്നാ? എവിടെ പച്ച സാധനം? ഇത് ആഷ്ട്രേ. അയ്യോ, ഭയങ്കര പെണ്ണുമ്പിള്ളേ. നഷ്ടം. വെച്ച് MRP മറന്നുപോയി. വാങ്ങിയാരല്ല എന്തേലും? വാങ്ങിയേട്ടാ. ഗ്യാപ്പിൽ എന്തൊക്കെ വാങ്ങിട്ട? അതിന് എത്ര റേറ്റ്? 30. 3 കംപ്ലീറ്റ് ആയില്ല എന്നുള്ള വിളിച്ചത്. 600 ഞാൻ പുതിയ ഇത് വാങ്ങിക്കട്ടെ. വെയർ ഹൗസിലോട്ടുള്ള ഓൺലൈൻ ഓർഡർ വന്ന് 10 ഗോൾഡ് 11 റെഡ്. അല്ലെ, ആദ്യം ഗോൾഡ് കൊണ്ട് എടുത്തിട്ടല്ല. ഇതല്ലേ ഗോൾഡ്?
അവിടെ റെഡ് എടുത്തിട്ട് വന്നടാ, സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ആളില്ലെങ്കിൽ. അതെ ഇനി എടുത്ത പൈസ തിരിച്ചേനിടാ. അതുമ്മേ മറ്റേ എയിം ബട്ടൺ ഓൺലൈൻ ഓർഡർ. പറ്റുന്നില്ല. നീ എന്ത് ഈ തിരക്ക് പിടിച്ചു കൊടുക്കുന്നത്? കട പൂട്ടിക്കോ? ഒരു കോയിൻ എടുത്തിട്ടതാ. ഒറിജിനൽ റെഡ് 10 സാധനം സ്റ്റോക്ക് വരുന്നു, വാങ്ങിക്കരുത്. നന്നായി ചേട്ടാ. ഇതാണ് ഇതന്നെ ഒറിജിനൽ റെഡ്. അതെ വരൂ. എടേ ബ്രോ, കള്ളൻ 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 കള്ള ഞാൻ നോക്കണം. അവൻ ഇനി കക്കാൻ വരരുത് ഇവിടെ. ഇനി വെക്കരുത്. ഞാൻ കസ്റ്റമേഴ്സിനെ നോക്കാം. അവനടുത്തുണ്ടായ സാധനം നോക്കണേ. നീ എന്തടാ കാണിച്ചേച്ച്? അതിന്റെ അടുക്ക് ഇത് പെട്ടി കൊടുക്കണടുത്തുണ്ട്. വലിയ പ്രശ്നമാണ് ചേട്ടാ. ഇപ്പൊ എങ്ങനെ കുടുങ്ങി? അവനൊന്നും ചേഞ്ച് കൊടുക്കല്ല, അവനക്കൊക്കെ ചില്ലറെടുത്ത് കൊടുത്തിട്ട് ആക്കോ. എന്തടാ കാണിച്ചു വെച്ചേ നീ? ചേട്ടാ പോയിട്ട് നാളോ കട പൂട്ടിച്ച് കൊഴേറി പൊട്ടിട്ട് പടക്കം പൊട്ടിച്ചെന്ന. അയ്യോ, അവനടുത്ത് ക്രിസ്മസിനുള്ള സ്റ്റാർ കിട്ടി. ബ്രോ താങ്ക് യു. നീ ഉണ്ടത്, നീയാണിതൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തൊക്കെ കാണിച്ചു വെച്ചിക്കണ നോക്കി. പോയി പോയി പോ. ഇനി നീ ക്യാഷ് ഒക്കെ ഉണ്ടാവും. സ്റ്റോക്ക് ഫില്ല് ചെയ്തേ. എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യും. അവിടെ ഓൺലൈൻ ഓർഡർ കൊടുത്താ. ഓൺലൈൻ ഓർഡർ 9 എക്സ്ട്രാ 10 സിഗരറ്റ്. അതിലെന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഒന്നും പോകണ്ട. അപ്പൊ പുതിയ ഓർഡർ ആണത്. അപ്പൊ ഞാൻ കൊണ്ടുകൊടുത്തായിരുന്നല്ല. 10 മിനി ബെസ്റ്റ് ആളാണ് നീ കൊണ്ടുവന്നത്. സത്യം കാണിച്ചു നോക്കി. അതാണ് കള്ളം അതാണ് കള്ളം കൊണ്ടായത്. അല്ല ആദ്യം ഓർഡർ അക്സെപ്റ്റ് ചെയ്യണല്ലേ. നല്ല നായിനാണ്. ഒരു പണി ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അവനെ. ഇതാണ് എല്ലാരും എക്സ്പീരിയൻസ് ആണെന്ന് അറിയുന്നതല്ലേ ജോലിക്ക് എടുക്കുമ്പോ. നിന്റെ പൊരുത്തന്മാരെ കാരണാണ് ബുദ്ധിയുള്ളമാർക്കും പണിയിട്ടത്. തവളെ സിഗരറ്റ് കഴിഞ്ഞ് ഓർഡർ ചെയ്. അതൊക്കെ നീ ചെയ്തോ, ഞാൻ ബില്ലടിച്ചോണ്ട്. നീ ഇവിടെ കയറണ്ട. കട ഫുള്ളൊന്നും അയച്ചു പണിയണല്ലേ. കഴിയട്ടെ. ഓൺലൈൻ ഓർഡറിൽ എന്തിട്ടാ 9 അസ്ത്ര ഉണ്ടോ? ഉണ്ടോ ചേച്ചിന്നൊന്നും ആയിരിക്കും. 5 എണ്ണോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ല ഈ ഓർഡർ കഴിഞ്ഞ അസ്ത്ര കഴിഞ്ഞു. ഓർഡർ ചെയ്യണ മാറി. ഞാൻ എടുത്തട്ടെ. ഞാൻ പെട്ടെന്ന് കൊടുത്തി നല്ലതൊക്കെ. എക്സ്പീരിയൻസ് ആയില്ലേ നമ്മളൊക്കെ. ഞാൻ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അസ്ത്ര ഫ്രഷേഴ്സ് കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലിയില്ല. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അവൻ. സത്യം. എന്തോ ഞാൻ വിശ്വസിച്ചൊരു സാധനം കൊടുത്തതാ. നോക്കുമ്പോ കാശ് ചില്ലറ അവന് കൊടുക്കാനേ ഇല്ല. അവനൊക്കെ എടുത്ത് പറക്കി കൊടുക്കുന്നത് എന്തിലും. കള്ളൻ അടാ, അവൻ കട്ടിട്ട് പോയടാ. കള്ളം കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞില്ല. ഒരു പെട്ടി എന്തോ കൊണ്ടുപോയി കാണും. ഇത് ഇവിടെ ഒരു പെട്ടി എടുക്കുന്നത്. നീ ഓർഡർ ചെയ്ത് ഇവിടെ വെച്ചിട്ട് പോയാ? അത് വന്നിട്ടുള്ളൂ.
അത് കൊടുക്കല്ലേ അതവിടെ കൊടുക്കാനുള്ള അത് ഫുള്ളൊന്നും കൊടുക്കണ്ടല്ലേ, കുറച്ചല്ലേ മതി. എന്തൊക്കെ കൊടുത്ത് കഴിഞ്ഞ ഓർഡർ കൊടുത്തു. ആ എന്താ ഓ കള്ളനെ ഞാൻ ഇവന്റെ ബില്ലടിക്കുമ്പോ വന്ന് കള്ള ആ ചില്ലറ എല്ലാം സിസ്റ്റം വർക്കിംഗ് ആണ്. സ്റ്റോറേജ് ക്ലോസ്. എല്ലാം ഒന്ന് സ്റ്റോക്ക് വെച്ചേ എന്നിട്ട് കടടക്കാം. ഓൺലൈൻ ഓർഡർ ഒന്നും വരില്ല. എല്ലാം ഒരു പെട്ടി സ്റ്റോക്ക് വാങ്ങിച്ചോ. നീ വേണമെങ്കിലേ ഒരു വെയർ ഹൗസിലോട്ടുള്ള ഷെൽഫും കൂടി വാങ്ങിക്കോ. തോന്നൽ എത്ര $600 കണ്ട അലി വേണ്ട, ഞാൻ വാങ്ങിക്കൊണ്ട് വേണ്ട ചിലപ്പോഴേ നീ 2 വാങ്ങിക്കുന്നു. നിന്നെ എനിക്ക് വിശ്വാസമല്ലടാ. ആദ്യം ഡേ എൻ്റെ അതും മുഞ്ചി. അപ്പൊ നാളെ വാങ്ങിക്കാം. കയ്യിലുണ്ട്. എന്ത് കയ്യില് പിടിക്കാൻ ഓ ശരിയാണല്ലേ. എല്ലാത്തിലും ഓരോന്ന് എടുത്ത് വെച്ചപ്പോ അപ്പൊ എന്തിനാണ് ഈ കസ്റ്റമറിന് തോടിക്കൊണ്ടിരുന്നത് നേരത്തെ? മനസ്സിലാക്കിയേ. ഇത് മപ്പ് അവിടെ ഇരുന്നോട്ടെ. അല്ല മപ്പ് ആവശ്യം വരും. വെച്ചോ കുറുനരി കൊണ്ടുപോയി. കുറുനരി കള്ളൻ. ഇപ്പൊ ഇന്നത്തെ ഡേയും തീർന്നു. ഡേ 3 -542. അല്ല നമ്മൾ ഇന്നലെ കുറെ സാധനം വാങ്ങി. അപ്പൊ കുഴപ്പമില്ല. കള്ള എന്തിനെ കൊണ്ടുപോയി? ഒരു വെട്ടി എന്തോ കൊണ്ടുപോയി എന്തായാലും. ഡേ 3